ഹലോ ഗസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ശാന്തി സമാധാനത്തോടെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് വീടിൻ്റെ സൈഡിൽ നിന്നൊരു തട്ടുമുട്ടും കേട്ടത്. തട്ടുമുട്ടും കേട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനാണ് മനസ്സിലായത് ഇന്ന് സൺഡേ ആണ്. സൺഡേ അല്ല, ഫാദേഴ്സ് ഡേ. അതായത് ഞായറാഴ്ച ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കിന് വെറുതെ ഇരിക്കത്തേ ഇല്ല. എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടി ജോലി ചെയ്തുകൊണ്ട് പപ്പ ഇങ്ങനെ ഇരിക്കും. എങ്ങനെയാണോ ഇങ്ങനെ മനുഷ്യന്മാർക്ക് പണി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? ഞാനൊരു നേരം എങ്ങനെ പണി എടുക്കാതിരിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങോട്ട് ചെന്നാൽ എനിക്കും പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കോഴിയുടെ പുറകെ ഓടിപ്പിടിച്ച് നടക്കുമായിരുന്നു. പിന്നെ കുറേ നേരം മാഗിയുടെ എടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നു. മാഗി കൂട്ടി കിടക്കുന്നത് ഭയങ്കര ശാന്തനായിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണം. മാഗീനെ ഇപ്പോൾ കൂട്ടി നിറക്കഴിഞ്ഞാൽ ഇവിടെ സീനാവും. കാരണം വെച്ചാൽ ആ കോഴിയുടെ പുറകെ നടന്ന് കോഴീനെ ഇപ്പോൾ പരലോകത്തെത്തിക്കും. അതുകൊണ്ടാണ് മാഗീനെ പട്ടിക്കുട്ടി നിറക്കാത്തത്. ആ കോഴീനെ കയറ്റി കഴിയുമ്പോഴേ മാഗീനെ പട്ടിക്കുട്ടി നിറക്കത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ അഴിച്ചിടാറില്ല, കെട്ടി വെക്കും. കാരണം കോഴീനെ കണ്ടു കഴിഞ്ഞാൽ മാഗി അതിനെ പരലോകത്തോട്ട് വിടും. ഈ പ്ലാവ് നിൽക്കാനായിട്ടുണ്ടല്ലോ ഏതാണ്ട് 7-8 വർഷമായി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കിന് വന്നൊരു പ്ലാവാണ്. ലൈക്ക് ആരും കൊണ്ട് കുഴിച്ചു വെച്ചൊന്നുമല്ല, ഇങ്ങനെയോ തന്നെ വന്നൊരു പ്ലാവാണ്. ഇതിൽ ചക്ക ഉണ്ടാവും. അതായത് ഈ ഒരു വലുപ്പത്തിൽ ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ, അത് തനിയെ കരിഞ്ഞ് കറുത്ത കളറിൽ വന്നിട്ട് താഴോട്ട് പോകും. ഇതിൽ നിന്ന് എന്നാണോ ഒരു ചക്ക കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി കായുണ്ട്, പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കറുത്തിട്ട് താഴെ വീഴും. ഇന്ന് രാവിലെ കോഴിക്ക് തീറ്റ കൊടുത്ത കോഴി ചെക്കന് ആ പാത്രത്തിനകത്തിരുന്ന് അത് മൊത്തം മറിച്ചിട്ട് എന്നിട്ട് നടന്നു പോയി. അങ്ങനെ ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ബജ്ജിമുളക് കേട്ടോ. ഈ ബജ്ജിമുളക് ഞാൻ ആദ്യമായിട്ടോ നേരിട്ട് കാണുന്നത്. അതായത് ബജ്ജിമുളക് ഞാൻ മറ്റേ സാധാ പച്ചമുളക് കണ്ടിട്ടുണ്ട്, ബജ്ജിമുളക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 1 മാസം കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുന്നതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ക്യൂരിയോസിറ്റി ഓരോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. മമ്മി പപ്പൻ ചോദിക്കും ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വന്നതുപോലെ എല്ലാം തപ്പിത്തടഞ്ഞ് കണ്ടുപിടിക്കുക. ഈ കരിമ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കരിമ്പ് ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കെ. പിന്നെ ആ ചെടിയെല്ലാം വെട്ടി നിർത്തി വെക്കുന്ന പപ്പായ. അതായത് പറഞ്ഞാൽ പപ്പായ്ക്ക് ഒരു നേരം പോലും വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ഞെട്ടികൾക്ക് പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോഴത്തേന് കുറേ ചാമ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ കുറേയും കേടായിരുന്നു. പക്ഷെ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല, കാരണം മൂത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഈ കെച്ചയുടെ മീൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ കുഞ്ഞ് ചാമ്പങ്ങ ഉണ്ടാകുമ്പോഴത് പറിച്ചു തിന്നും. അതായത് അവളത് മൂക്കാൻ വെക്കത്തില്ല, അത് ചുമന്ന് കളറിലാവാൻ പോലെ ഒരു സമ്മതിക്കില്ല. അതിന് മുമ്പ് അവളെടുത്ത് കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ പെയിൻറ്റ് അടിച്ചതിന് കുറച്ച് പെയിൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. ആ പെയിൻറ്റ് എടുത്തിട്ടുണ്ടല്ലോ എൻ്റെ അനിയൻ ഇതിൽ ഭിത്തിയിലല്ല മതിലെല്ലാം അടിച്ചു വെച്ചു. അതിൽ പോയിട്ട് എൻ്റെ അനിയത്തി, അതായത് കെസിയ ചെന്നിട്ട് ഈ ABCD ഹാർട്ട് അങ്ങനെ കുറേ സാധനമൊക്കെ വരച്ച് വെച്ചേക്കാണ്. ഞങ്ങളുടെ വീട്ടിലെ സൈഡിൽ ഇപ്പം മുരിങ്ങയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുരിങ്ങിങ്ങനെ നൂല് പോലെ കിടക്കുന്നു. ഞാനത് കണ്ടുപോയില്ല, കുറേ നേരം നോക്കിയിട്ട് പോലും ഞാൻ കണ്ടില്ല. പപ്പ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും എനിക്കത് കണ്ണുപോലും പിടിക്കുന്നില്ല. എന്നിട്ട് കണ്ണ് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കണ്ണിപ്പോൾ കാഴ്ചയൊന്നുമില്ല. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷമായിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ ഒക്കെ